ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒന്നാന്തരം ഒരു ചെറുപയർ തോരനാണ്. ഒട്ടേറെ ഗുണങ്ങളുള്ള ഈ ചെറുപയർ ഈ രീതിയിലൊക്കെ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഇഷ്ടപ്പെടും. പണ്ട് കാലം തൊട്ട് നമ്മൾ ഈ ചെറുപ്പത്തിൽ സ്കൂളിൽ നിന്നൊക്കെ കഴിക്കുന്നതുകൊണ്ട് എല്ലാവർക്കും ഇതിനോട് താല്പര്യമൊന്നും ഉണ്ടാവില്ല. പക്ഷെ കുറേ വൈറ്റമിൻസ് ഒക്കെ അടങ്ങിയിരിക്കുന്ന ഒരു ധാന്യം തന്നെയാണിത്. അപ്പോൾ ആർക്കും മടുക്കാത്ത രീതിയിൽ നല്ല ടേസ്റ്റിൽ എങ്ങനെ ചെറുപയർ തോരൻ ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്കിവിടെ നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി എന്നെ വിളിച്ചത് കഴിഞ്ഞാൽ ഞങ്ങൾ ഡെയിലി ഇടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഞാനിവിടെ 6 മണിക്കൂർ കുതിർത്തി വെച്ച് നന്നായി കഴുകി വൃത്തിയാക്കിയ 1/2 കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, ഇതിന് വേവാൻ ആവശ്യമായ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചെറുപയർ നമ്മൾ 2 വിസിൽ അടിച്ചെടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് സൈഡാക്കി വെക്കാം. അടുത്തായിട്ടൊരു പാത്രത്തിലേക്ക് നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒരു 15 ചെറിയുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. അതേപോലെ ഒരു 15 അല്ലി വെളുത്തുള്ളി കൂടി ചതച്ച് ചേർത്ത് കൊടുക്കാം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ സാധാരണ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പൊടികളുടെ പച്ചമണക്ക് മാറി വരെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്ത പൊടികളുടെ പച്ചമണക്ക് മാറി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്തതിന് ശേഷം 1 മിനിറ്റ് കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ച ചെറുപയർ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മസാലയായിട്ടൊക്കെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഈ സമയത്ത് സ്റ്റൗവിന്റെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെക്കുക. അപ്പോൾ നമ്മൾ ഒരു 3 മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെറുപയർ തോരൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നമുക്കിനി ഇതൊരു സെർവിങ് ഡിഷിലോട്ട് പാർത്താം. അപ്പോൾ നല്ല ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള ചെറുപയർ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഊണിനോട് കഴിക്കാനൊക്കെ അടിപൊളി ടേസ്റ്റാണ്. അതേപോലെ കഞ്ഞീരോട് കഴിക്കാനായിട്ട് ഇത് വേറെ ലെവലാണ്. അപ്പോൾ നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഈ ചെറുപയർ തോരൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കുക. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം ഞങ്ങളുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ജെ റെസിപ്പിയുടെ മറ്റൊരു അടിപൊളി വിഭവമായി ഞങ്ങൾ വരുന്നത് വരെ എല്ലാവർക്കും ബൈ.